അജിത് റയിൽ, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിന്ന് വരുന്ന ശബ്ദം അത്ര സന്തോഷത്തിന്റെ ശബ്ദമല്ല. ഒരു നല്ല തെരഞ്ഞെടുപ്പ് വിജയം, ഉജ്ജ്വലമായൊരു തെരഞ്ഞെടുപ്പ് വിജയം കാഴ്ചവെച്ചതാണ് കൊച്ചിയിൽ. പക്ഷേ ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ചില രാഷ്ട്രീയ അനീതി ഉണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ദീപ്തിക്ക്? തീർച്ചയായിട്ടും. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ദീപ്തി ആയിരിക്കും മേയർ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ധാരണ എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയുള്ള ധാരണയല്ല, ഒരു വേഗമായ ഒരു ധാരണയുണ്ടായിരുന്നു. എന്തുമായിക്കൊള്ളട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോർ കമ്മിറ്റി യോഗം കൂടി. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ കൗൺസിലർമാരുടെ അഭിപ്രായം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു KPCCയുടെ സർക്കുലറുണ്ട്, സർക്കുലർ പ്രകാരം ഒരു ചുമതലപ്പെട്ട ആൾ കൂടി വേണം എന്ന് പറഞ്ഞു. അതൊന്നും പാലിക്കപ്പെട്ടില്ല. അപ്പോൾ എന്നെയും ശ്രീ ഷിയാസിനെയും മറ്റേ ഡൊമിനിക് പ്രസിഡന്റും 3 പേരെ അഭിപ്രായം പറയാൻ ചുമതലപ്പെടുത്തി. ആ പിറ്റേ ദിവസം കോർപ്പറേഷൻ കൗൺസിലർമാർ യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ അന്ന് രാത്രി ധാരാളം ആളുകൾ കൗൺസിലർമാരൊക്കെ വിളിക്കാൻ തുടങ്ങി. ഭയങ്കരമായ ഗ്രൂപ്പ് അതിപ്രസരം, ഗ്രൂപ്പിൻ്റെ ഒരു തിരമാലകൾ അങ്ങനെ ആഞ്ഞടിക്കുകയാണ് ഈ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ ഏരിയയിൽ. ഓരോ ആളുകൾ നിർത്തിയ സ്ഥാനാർത്ഥികളോട് പറയുന്നു, നീ ഞങ്ങളുടെ ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആളെ കേൾക്കണം, ഞങ്ങളുടെ ആളാണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരും എല്ലാ നേതാക്കന്മാരും ഈ കൗൺസിലർമാരെ വിളിച്ച് ഓരോ പക്ഷത്ത് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേരിയാക്കി മാറ്റുകയാണ്. അതായത് ഐ ഗ്രൂപ്പും ഭാഗ്യവശാൽ 2 ചേരിയാക്കി മാറ്റി. ഐ ഗ്രൂപ്പും ഷൈനി മോൾക്ക് വേണ്ടി എ ഗ്രൂപ്പും രംഗത്തിറങ്ങുന്നു. അല്ല, ഐ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ഗ്രൂപ്പ് കൺസോൾട്ടേഷനാണ് അവിടെ ഉണ്ടായത്. അത് അവരെല്ലാം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം യോഗം കൂടിയപ്പോൾ പറഞ്ഞു, ഈ പറഞ്ഞ നമ്മളിരുന്നിട്ട് ഈ പറഞ്ഞ പാവപ്പെട്ട കൗൺസിലർമാരോട് ഞങ്ങൾ നിഷ്പക്ഷരാണ് പറയൂ എന്ന് പറഞ്ഞ അഭിപ്രായം ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം അവരാരും നിഷ്പക്ഷമായ അഭിപ്രായം പറയില്ല. അങ്ങനെയാണെങ്കിൽ രഹസ്യമായി അവരവർക്ക് താല്പര്യമുള്ള പേരെഴുതി ഒരു കടലാസിൽ എഴുതിയിടട്ടെ. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അപ്പോൾ വേണുഗോപാലിനെയും കൂടി ആ കമ്മിറ്റി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ ഉൾപ്പെടുത്തി. അങ്ങനെ വേണുവും ഡൊമിനിക്കും ഷിയാസും കൂടി ഇരുന്ന് അതിനകത്ത് ഭൂരിപക്ഷം അഭിപ്രായം വന്ന ആരുടെയാണെന്ന് അറിയത്തില്ല, ന്യൂനപക്ഷ അഭിപ്രായം വന്ന ആരുടെയാണെന്ന് അറിയത്തില്ല. എന്തായാലും കോർ കമ്മിറ്റി കൂടാതെ വീണ്ടും കോർ കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞിട്ട് ആ കോർ കമ്മിറ്റി യോഗം കൂടാതെ ഏകപക്ഷീയമായി മേയറെയും ഡെപ്യൂട്ടി മേയറെ അനൗൺസ്, ആദ്യം ടൈപ്പ് ചെയ്തതല്ല അനൗൺസ് ചെയ്തത്, രണ്ടാമത് വേറെയാണ് അനൗൺസ് ചെയ്തത്. അതായത് KPCCയുടെ സർക്കുലർ അവിടെ ലംഘിക്കപ്പെട്ടു. KPCC സർക്കുലർ പ്രകാരം നിങ്ങൾ 3 പേരും കൂടി നിഷ്പക്ഷമായി ഈ കൗൺസിലർമാരുടെ മനസ്സറിയണമായിരുന്നു. അതിനുള്ള നീക്കം നിങ്ങൾ നടത്തിയപ്പോൾ അതിനെ അട്ടിമറിച്ചിരിക്കുന്നു. ആ അട്ടിമറി നടത്തിയത് ആരാണ് അജയ് റയിൽ? അതായത് ഗ്രൂപ്പ് ലീഡേഴ്സാണല്ലോ അട്ടിമറി നടത്തിയത്. ഗ്രൂപ്പ് തലേ ദിവസം നടന്ന അട്ടിമറിയാണ്, അന്ന് അല്ല. തലേ ദിവസം ഓരോ ഗ്രൂപ്പുകളും ഡെവലപ്പ് ചെയ്തു. ഇല്ലാത്ത ഗ്രൂപ്പ് ഞങ്ങളെല്ലാം വളരെ വളരെ കഷ്ടപ്പെട്ട് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന, സപ്രസ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് തലേ ദിവസം ഡെവലപ്പ് ചെയ്യാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയ ഒരു മൂവ്മെന്റ്, അത് ഒഴിവാക്കുക അഭിപ്രായം മാറാത്ത ശേഷം ഈ ഗ്രൂപ്പ് നേതാക്കൾ ഈ KPCC സർക്കുലർ തീർച്ചയായിട്ടും ഷൈനിയുടെ മിനിമോളുടെയും കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ദീപ്തിയുടെ കാര്യത്തിലായിരുന്നു അവർ ഈ ഗൂഢാലോചന നടത്തിയത്. ഒരു ഗൂഢാലോചന താങ്കൾ സംശയിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ? അതെ, ദീപ്തി 16ാമത്തെ വയസ്സിൽ KSUവിലൂടെ മഹാരാജ് കോളേജിൽ വന്ന കൊച്ചാണ് ദീപ്തി. അന്ന് മുതൽ നിരവധി സ്ഥാനങ്ങളിൽ പാർട്ടിയിൽ വഹിച്ച് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയായി, മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയായി, KPCC സെക്രട്ടറിയായി, ഇപ്പം മീഡിയ സെല്ലിൻ്റെ ഭാരവാഹിയായിട്ടിരിക്കുന്ന ദീപ്തി മേരിയെ എന്തിനു വേണ്ടിയാണ് അവരെ ഒഴിവാക്കിയത് എന്നത് വ്യക്തതയില്ല. ഭൂരിപക്ഷമാണ് എന്ന് ആരെങ്കിലും പറയുമെങ്കിൽ ആ തീരുമാനവും തെറ്റാണ്. ഭൂരിപക്ഷമല്ല ഈ തീരുമാനത്തിന് പിന്നിലുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം, ഈ ഗ്രൂപ്പ് ഡെവലപ്പ് ഈ അവസാനത്തെ കാലഘട്ടങ്ങളിൽ എറണാകുളം ജില്ലയിൽ ഐക്യമുണ്ടായിരുന്ന, ടീം വർക്ക് ഉണ്ടായിരുന്ന, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് രക്തം ചീന്തി വളർത്തിയെടുത്ത ഈ എറണാകുളം ജില്ലയിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത കുറേ ആളുകൾ വന്ന് അവസാന നിമിഷം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഇടപാടിനെ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഈ മേയർ ഭാഗമാണോ ശ്രീ അജയ് റയിൽ? ആയിരിക്കാം, എനിക്കറിയില്ല. കോർ കമ്മിറ്റി അല്ല,
കോർ കമ്മിറ്റിയിൽ തീരുമാനമുള്ളതാണ് നേരത്തെ. ഈ ഈ ഈ പറഞ്ഞ കൗൺസിലർമാരുടെ മനസ്സറിയാനുള്ള കമ്മിറ്റിയിൽ ഞങ്ങൾ 3 പേരെയാണ് തീരുമാനിച്ചത്. ആ കൂട്ടത്തിൽ വന്നത് എൻവയോൺമെന്റ് കോർ കമ്മിറ്റിയുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ അജയ് തറയിൽ അതുകൊണ്ട് അത് ഇതിലിപ്പോൾ DCC പ്രസിഡന്റിന് അതിനകത്തൊരു സേ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന DCC പ്രസിഡന്റ് ഹൈബി ഈഡൻ പിന്നെ പ്രതിപക്ഷ നേതാവും കൂടി ഈ കാര്യത്തിൽ VK മിനിമോളുടെ കാര്യത്തിൽ ഓക്കെ എന്ന് പറഞ്ഞു. 21 പേരുടെ പിന്തുണ കിട്ടിയ ഷൈനി മോളെ രണ്ടാമതാക്കാം, ലത്തീൻ സഭയുടെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ പരിഗണിച്ചിരിക്കുന്നത് സഭാ താല്പര്യങ്ങളാണോ ഗ്രൂപ്പ് താല്പര്യങ്ങളാണോ? അജയ് തറയിൽ എന്താ തോന്നുന്നത്? സഭാ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ ഇവിടെ പരിഗണിച്ചതല്ലോ. സഭാ താല്പര്യമാണെങ്കിൽ ഷൈനി മാത്യുവിനല്ലേ ആക്കേണ്ടത്? അവർക്കല്ലേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, അവരല്ലേ ആക്കേണ്ടത്. KPC നോംസ് അവരെ 5 വർഷത്തേക്ക് ആക്കണം. ഷൈനി മാത്യുവിനെ എന്തുകൊണ്ട് 5 വർഷത്തേക്ക് ആക്കിയില്ല? അങ്ങനെയാണെങ്കിൽ ദീപ്തിയെ മാറ്റുന്നു, ഞങ്ങളിതാ ഭൂരിപക്ഷത്തിന് കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ട് ഷൈനി മാത്യുവിനാക്കാൻ തീരുമാനിച്ചില്ല? അത് വളരെ ശക്തമല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഓപ്പറേഷൻസ് നടന്നിരിക്കുന്നു, എന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് വെച്ചത്. അതുകൊണ്ട് അത് ഗ്രൂപ്പിൻ്റെ ഒരു ഇനി ഞാൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും കാര്യത്തിലൊന്നും ഞാൻ അത്ര ഇനി തീരുമാനിച്ചു, ഞങ്ങൾ പരാതി കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ജില്ലയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഗ്രൂപ്പിനെ ഞങ്ങൾ അടിച്ചൊതുക്കും. ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഈ വിജയത്തിന് ശോഭ കെടുത്തി എന്ന് തോന്നുന്നുണ്ടോ അജയ് തറയിൽ? ശോഭ ചില ആൾക്ക് എടുത്തല്ലേ ശോഭ. ചില ആൾ ധരിച്ചിരിക്കുന്നത് ചില ആളുകൾക്ക് മാത്രമേ അതിന്റെ ക്രെഡിറ്റ് ഉള്ളൂ എന്ന്. ഈ ശോഭ കെടുത്തേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാൻ പ്രസിഡന്റ് ഷിയാസിന്റെ ഭാഗത്ത് നിന്ന് നിഷ്പക്ഷമായൊരു നിലപാട് ഈ വിഷയത്തിൽ കിട്ടിയിരുന്നില്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? നിഷ്പക്ഷമായ നിലപാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുമ്പോൾ 7 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ആരും അറിയാതെ ജില്ലാ പ്രസിഡന്റ് അനൗൺസ് ചെയ്തു. ഞങ്ങൾ പരാതി കൊടുത്തു, KPCCയിൽ പരാതി കൊടുത്തു. KPCC പ്രസിഡന്റിൻ്റെ അടുത്തും ദീപാദാസ് മിശ്രയുടെ അടുത്തും ഞാനും ബെന്നി ബെഹനാനും അടക്കമുള്ള ആളുകൾ പോയത് സംസാരിച്ചു. ആ പരാതി അവിടെ നിൽക്കുന്നു. ഞങ്ങൾ സഹിച്ചതിൻ്റെ കാരണം എന്താ? ഈ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്തം കൊണ്ട് ഉണ്ടാക്കിയൊരു പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ സഹിച്ചതാണ്. ഇപ്പോഴും ഇതുപോലെയുള്ള ഏകാധിപത്യപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. കോർ കമ്മിറ്റി കൂടാതെ തീരുമാനം എടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും മേയർഷിപ്പിൻ്റെ കാര്യത്തിൽ ഡെപ്യൂട്ടി മേയർഷിപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പക്ഷേ ഈ ഗ്രൂപ്പ് ഡെവലപ്മെന്റിനെ കുറിച്ചും ഈ ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യം എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതടക്കം ഇപ്പോൾ ദീപ്തി ഒഴിവാക്കിയതടക്കം. തീർച്ചയായിട്ടും. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇനിയിപ്പോ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇനി അതിനകത്ത് തിരിച്ചൊരു പോക്കും സാധ്യമല്ലല്ലോ, പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് പൊട്ടിത്തെറികളിലേക്ക് പോകുമോ? മേയർഷിപ്പ് ഡെപ്യൂട്ടി മേയർഷിപ്പിന്റെ കാര്യത്തിൽ ഇനി പരാതി കൊടുത്താലൊന്നും കാര്യം അത് അങ്ങനെ പോകും, ആ വഴിക്ക് പോകും. പക്ഷേ ഈ മോഡസ് ഓപ്പറാണ്ടി ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ഈ നമ്മുടെ റെസൊല്യൂഷന്റെ ലംഘനം, മറ്റേ നമുക്ക് KPC നിർദ്ദേശങ്ങളുടെ ലംഘനം, എടുത്ത നടപടി, ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് KPCCക്കും AICCക്കും ഞങ്ങൾ പരാതി കൊടുക്കും. ഞാൻ കൊടുക്കും, മറ്റൊരു കൊടുത്തിട്ടുണ്ട്. അത് വേറെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. ഈ ഗ്രൂപ്പ് ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കില്ല. താങ്ക് യു അജയ് തറയിൽ.